അയലയുണ്ട്, കറി വയ്ക്കാം. ഇത് മത്തി നമുക്ക് കുറച്ചെടുത്ത് പൊരിക്കാം, കുറച്ച് തോരൻ വെച്ച് നോക്കിയാൽ. കുറച്ച് മത്തി, ഇപ്പം മത്തി സമയമല്ലേ, നമുക്ക് തോരൻ വയ്ക്കുകയും കൂടി ചെയ്യാം. തീ അടുപ്പി വെച്ചിട്ടുണ്ട്. ഈ മീനകത്ത് തന്നെ ചെറിയ വെള്ളം ഒഴിച്ച് മഞ്ഞൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തീ എത്തിച്ചിട്ട് അടച്ച് വയ്ക്കാം. ചെറിയ തീയിൽ തീ എത്തിച്ചങ്ങ് അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് നോക്കണം കേട്ടോ. ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് തോരൻ അരിയാം. തീ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുള്ള് കളഞ്ഞെടുക്കാം. നമുക്ക് വേണ്ട ഇങ്ങനെ എടുക്കാം കേട്ടോ. മത്തി ഉണ്ട്, മുള്ളി ഞളവി വരും കേട്ടോ. വേണ്ട അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ എൻ്റെ കൈ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ട ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഉള്ളി ഊരിക്കാം. ഇപ്പം മത്തിയുടെ സമയമല്ലേ, നമുക്ക് തോരൻ വയ്ക്കാം. ഇച്ചിരി ഉള്ളി നല്ലോളമൊക്കെ ചേർത്തൊന്ന് തോരൻ വെച്ചാലോ, എന്താ കൂട്ടിക്കൂടെ. എന്നും നൊത്തോലി തോരൻ കൂട്ടിയിട്ടില്ലേ, മത്തിയിലെയും കൂട്ടാം കേട്ടോ. കണ്ട കുടഞ്ഞെടുക്കുമ്പം പോരും. മുള്ളുള്ള ഭാഗത്ത് എടുക്കണ്ട കേട്ടോ. ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, ഇതേ കണക്ക് നിങ്ങൾ എൻ്റെ കൈ ക്യാമറ ഇത് കണക്ക് നമുക്ക് മൊത്തം വൃത്തിയാക്കി എടുക്കാം. ആ മുള്ള് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ മുള്ള് കായിരിക്കുന്നു. കണ്ടോ, നമുക്ക് ഇതിന് തോരൻ വയ്ക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയാം. കുറച്ച് തേങ്ങ വേണം. അടിപൊളി ഒരു തോരൻ വയ്ക്കാം. മഞ്ഞപ്പൊടി, നല്ല ഉളവ്, മുളക് പൊടി, തേങ്ങ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തോരൻ, മത്തി തോരൻ നമുക്ക് വെച്ച് കളയാം. ഇച്ചിരി കടുക് ഇട്ട്, പിന്നെ നട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില നമുക്ക് തട്ടി കൊടുക്കാം. വാടട്ടെ. നമുക്ക് ചെറിയ തീയിൽ ഉള്ളി ഒന്ന് വാടിയിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ നോക്കാം. ഉള്ളി ഇടന്ന് നല്ലോണം വാടട്ടെ. ഇതിനിടയ്ക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടട്ടെ. മീനകത്ത് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. നമുക്ക് ഇത് വാടിയിട്ട് മീൻ തട്ടിയിട്ടിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വാടി കേട്ടോ. അപ്പോൾ ഇട്ട് വാടട്ടെ. മത്തി തോരൻ ഇപ്പം ഇഷ്ടം പോലെ മത്തി ഉണ്ടല്ലോ. അപ്പം നമുക്ക് കുറച്ചെടുത്ത് തോരൻ വെച്ച് നോക്കാമല്ലോ കേട്ടോ. ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ നേരത്തിന് നമുക്ക് ഈ മീൻ പൊടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഒന്ന് വാരിയിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിലൊന്ന് ഇളക്കാം. ഉപ്പില്ലെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ക്യാമറ കൈയിരിക്കുന്നു. ഞാൻ പിടിച്ചിട്ട് ഇളക്കട്ടെ. അരപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പില്ലായിരുന്നു മീനകത്ത്, ഉള്ളിലല്ലേ ഉപ്പിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് നല്ലോണം ഒന്ന് ചെറിയ തീ വെച്ചിട്ട് ഇതൊന്ന് പച്ച മണം ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കേട്ടോ. നൊത്തോലി തോരൻ റെഡിയായി. വയ്ക്കാൻ മറക്കണ്ട. ഇച്ചിരി എരി വേണം ഈ നൊത്തോലി തോരൻ. മീൻ കേട്ടോ നല്ലോളവ് ഒന്ന് കൂട്ടിയിട്ടാൽ മതി. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറന്നു പോകരുത്. വേണമെന്നുള്ളവർക്ക് ഇച്ചിരി മസാല ഇടാം. ഞാൻ മസാല ഇട്ടില്ല. കൊള്ളാം കേട്ടോ. അയല പുളിമോളം, മത്തി പൊരിച്ചത്, മത്തി തോരൻ, പുളിഞ്ചിക്ക അച്ചാർ. അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പെട്ടെന്ന് വാ. ഇന്ന് ഒത്തിരി കറിയൊന്നുമില്ല കേട്ടോ, സമയമില്ലായിരുന്നു വെക്കാൻ. പെട്ടെന്ന് വാ. പുളിമോളം വയ്ക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവ, തക്കാളി, കൊച്ചുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. അരച്ചിട്ടിട്ട് അയല പുളിമോളം വയ്ക്കാം. മാങ്ങയിട്ട് പുളിമോളം വയ്ക്കാം. പുളിമോളത്തിന് മാങ്ങ, തക്കാളി, ഒരു പച്ചമുളക് ഇതും കൂടി ഇട്ട് നമുക്ക് പുളിമോളത്തിലിടാം. മോളം കലക്കി വെച്ചിട്ടുണ്ട്. അയലയ്ക്കാണ് കേട്ടോ. പുളിക്ക് പകരമാണ് നമ്മൾ മാങ്ങ ഇട്ട് പുളിമോളം വയ്ക്കുന്നത്. കറി തിളക്കട്ടെ. ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അയലതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. പുളിമോളം പറ്റിയിരിക്കൊണ്ട് നമുക്ക് കടുവും കൂടി ഒഴിച്ചാൽ മതി കേട്ടോ. മീൻ കറിക്ക് പുളിമോളത്തിന് കടുവറുക്കുകയാണ്. നമുക്ക് കടുവറുത്ത് ഒഴിക്കാം. പുളിമോളം, മാങ്ങയിട്ട പുളിമോളം കടുവറുത്ത് ഒഴിച്ച് പറ്റിയിരിക്കൊണ്ട്